അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നാം സ്വഹാബത്തിൻ്റെ ഒന്നാമത്തെ ഹിജ്റ ഹബിഷയിലേക്ക് നടത്തിയതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാന പാഠങ്ങൾ എന്താണ്? ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് മുസ്ലിമായി ജീവിക്കാനുള്ള സാഹചര്യമില്ല. തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കാനും തൻ്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനും നിവൃത്തിയില്ലെങ്കിൽ അതിന് സൗകര്യമുള്ള നാട്ടിലേക്ക് നാട് വിട്ടുകൊള്ളണം. അതൊരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. ഈ നാട് വിട്ടു പോകുന്ന രാജ്യം ഒരു മുസ്ലിം രാജ്യമായിക്കൊള്ളണം എന്നില്ല. നീതിപൂർവകവും നിഷ്പക്ഷവുമായ ഭരണം നടക്കുന്ന ഏത് രാജ്യത്തിലേക്കുമാവാം. അതാണിവിടെ ഹബിഷയിൽ അന്ന് യഥാർത്ഥത്തിൽ നസാറാക്കളുടെ ഭരണമാണ്. ആ നാട്ടുകാർ നസാറാക്കളാണ്. പക്ഷെ ആ രാജാവ് നിഷ്പക്ഷപതിയാണ്, നീതിമാനാണ്. അവിടെ വിശ്വാസികൾക്ക് അവരുടെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഏത് പ്രതിസന്ധിയിലും സത്യം മാത്രം മുറുകെ പിടിച്ച് തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ ഒരു വിശ്വാസി ആകുലപ്പെടേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ 2 പ്രാവശ്യം വിചാരണയ്ക്ക് വിളിച്ചപ്പോഴും എന്തും വരട്ടെ എന്ന് കൽപ്പിച്ച് ഖുർആൻ പറഞ്ഞ സത്യം രാജാവിൻ്റെയും ദർബാറിലും രാജാവിൻ്റെ മുമ്പിലും തുറന്നു പറയാൻ സഹാബത്തിനെ പ്രാപ്തരാക്കിയത്. നീതിമാനും നിഷ്പക്ഷമതിയുമായ രാജാവ് ആ സത്യം മനസ്സിലാക്കി അദ്ദേഹം അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ചുരുങ്ങിയില്ല. ഞാൻ അതിൽ ദീർഘിപ്പിച്ച് പറയുകയല്ല, എങ്കിലും അതിൽ നമ്മൾ കൊള്ളേണ്ട പാഠം, ഒന്നാം ഘട്ടത്തിൽ മക്ക നിവാസികളൊക്കെ മുസ്ലിമായി എന്ന വാർത്ത കേട്ടപ്പോൾ തിരിച്ചു പോകുന്നല്ലോ. അവരൊറ്റയ്ക്ക് തിരിച്ചു പോരുകയല്ല ചെയ്തത്. തിരിച്ചു പോരുന്ന കൂട്ടത്തിൽ മഹാനായ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ ആ നാട്ടിലെ പ്രമുഖരായ പണ്ഡിതന്മാരും ചിന്തകന്മാരും നേതാക്കളുമായ 40-ലധികം ആളുകൾ ജാഫർ റളിയല്ലാഹു അൻഹുവിനെ അനുധാവനം ചെയ്തു. എന്തിനാണ്? യഥാർത്ഥ സ്രോതസ്സായ തിരുനബിയിൽ നിന്ന് തന്നെ നേരിട്ട് ഇസ്ലാം മനസ്സിലാക്കാനും ഖുർആൻ ഗ്രഹിക്കാനും സത്യം മനസ്സിലാക്കാനുമുള്ള അവരുടെ അഭിവാഞ്ച കാരണം ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അവർ മക്കയിലേക്ക് വന്നു. ഈ വാർത്ത മക്ക മുശ്രിക്കുകളുടെ പ്രമുഖരും അറിഞ്ഞു. ഹബശി പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും ഖുർആനിനെക്കുറിച്ചും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെക്കുറിച്ചും സംസാരിക്കുകയും ഖുർആൻ അവരെ ഓതി കേൾപ്പിക്കുകയും ചെയ്തപ്പോൾ അവർക്കത് സത്യമായി മനസ്സിലായി. ആ സത്യത്തിൻ്റെ മുന്നിൽ അവർ കീഴടങ്ങി കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. ഖുർആൻ ഇക്കാര്യം അനുസ്മരിക്കുന്നുണ്ട്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഅ. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട സത്യവേദമാവുന്ന ഖുർആൻ കേട്ടപ്പോൾ സത്യം ബോധ്യപ്പെട്ട അവർ ആ സത്യത്തിൻ്റെ മുന്നിൽ കീഴടങ്ങി കണ്ണിൽ നിന്നിട്ടും കണ്ണുനീര് ധാരധാരയായി ഒഴുകി. മാത്രമല്ല, അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിൽ വെച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി സ്വഹാബി പദവി നേടുകയുണ്ടായി. അപ്പോൾ ഒരു അഭയാർത്ഥികളായിപ്പോയി അവിടെ ജീവിച്ച് ദിവസം കഴിച്ചു കൂട്ടുകയല്ല സഹാബത്ത് ചെയ്തത്. ഒരു വിശ്വാസി എവിടെയാണെങ്കിലും അവൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാണ്. സത്യത്തിൻ്റെ മുന്നിൽ ഒന്നിനെയും വില വെക്കാതെ
തലയെടുപ്പോടുകൂടി സത്യം തുറന്നു പറയുന്ന സത്യവിശ്വാസിയുടെ സത്യം കണ്ടു മനസ്സിലാക്കുന്ന സത്യാന്വേഷികൾ അത് ഉൾക്കൊള്ളും. അങ്ങനെ ഒരു പ്രബോധകനാണ് ഒരു വിശ്വാസി. ആ പ്രബോധനത്തിലൂടെ ആ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാരും നേതാക്കളുമായ 40-ലധികം ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ കാരണമായി. പക്ഷേ അവർ ശത്രുക്കൾ അബൂജഹൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഒരു നാട്ടിൻ്റെ ഒരു ജനതയുടെ പ്രതിനിധികളായി വന്നിട്ട് മുഹമ്മദിൻ്റെ അരികെ ഏതാനും മണിക്കൂറുകൾ ഇരുന്നപ്പോഴേക്ക് അവരുടെ മതം വിട്ടു, പ്രസ്ഥാനം വിട്ടു, സമൂഹത്തെ വിട്ടു, പുതിയതിലേക്ക് ഇവർ വിഡ്ഢികളാണ് എന്ന് പറഞ്ഞപ്പം ഖാലു സലാമ, നമ്മൾ ലാനബ്തഗിൽ ജാഹിദീൻ, വിവരമില്ലാത്ത ആളുകളുമായി തർക്കിക്കാനൊന്നും നമ്മളില്ല. നമ്മൾ നിങ്ങൾ നമ്മളോടും തർക്കിക്കാൻ നിൽക്കണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി, നിങ്ങൾക്ക് നിങ്ങളെ വഴി എന്ന് പറഞ്ഞ് അവരെ വിട്ടു. വീണ്ടും ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള ഏകദേശം 50-ലധികം ആളുകൾ ഉൾക്കൊള്ളുന്ന സംഘം രണ്ടാമത് വീണ്ടും ഹബശയിലേക്ക് തന്നെ ഹിജറ പോയി. ആ ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, സ്വദേശത്തായാലും വിദേശത്തായാലും ലോകത്ത് ഏത് സാഹചര്യത്തിലായാലും തിരുനബി തങ്ങളുടെ ഒരു തിരുവാക്യമുണ്ട്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. നീ ലോകത്ത് ഏത് സാഹചര്യത്തിൽ ഏത് സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശിരസാവഹിച്ച് സത്യത്തിൻ്റെ വാഹകനായി അതിൻ്റെ പ്രബോധകനായി നീ ജീവിക്കണം എന്ന്. ഇതായിരുന്നു ആ ചരിത്രത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഗുണപാഠം. നിർത്തട്ടെ. രണ്ടാമത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാമത്തെ ഹിജ്റയെക്കുറിച്ചാണല്ലോ നാം തുടങ്ങി വെച്ചത്. അകത്തും പുറത്തും പിന്തുണയും താങ്ങും തണലുമായുണ്ടായിരുന്ന പ്രിയപ്പെട്ട പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ വേർപാടും ദിവസങ്ങൾക്കകം എല്ലാ നിലക്കും തൻ്റെ സഹായിയും പിന്തുണക്കാരിയും പിൻബലക്കാരിയുമായിരുന്ന പ്രിയപ്പെട്ട പത്നി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അവരും വഫാത്തായി. 2 വൻമരങ്ങൾ, അവിടത്തേക്ക് താങ്ങും തണലുമായിരുന്ന 2 വൻമരങ്ങൾ ഉടനെയായി വേർപ്പെട്ടപ്പോൾ അത് പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. പലരും ചിന്തിക്കുന്നത് പോലെ ശത്രുക്കളുടെ ഉപദ്രവം വന്നു, അതുകൊണ്ട് ശാരീരികമായ പ്രയാസമുണ്ടായി, വീട്ടിൽ താങ്ങും തണലുമായുണ്ടായിരുന്ന പത്നി പോയതുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്നതല്ല. ഹിജ്റ 11-ാം വർഷമാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പ്രബലമായ അഭിപ്രായം. നുബൂവത്തിൻ്റെ 11-ാം വർഷം. ഈ നുബൂവത്തിൻ്റെ 11-ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്നാണ് പേര്. ഒറ്റ നോട്ടത്തിൽ പലർക്കും തോന്നുക ആമുൽ ഹുസ്ൻ എന്ന് പേരിട്ട് വിളിക്കാൻ തിരുനബികൾക്കുള്ള കാരണം തൻ്റെ എല്ലാമായിരുന്ന പ്രിയപത്നിയും തൻ്റെ താങ്ങും തണലുമായിരുന്ന ആദരണീയനായ പിതൃവ്യനും വേർപ്പെട്ടതിലുള്ള ദുഃഖമാണ്, സങ്കടമാണ്. ഒരിക്കലുമല്ല. ഇവർ 2 പേരും ദീനീ ദഅവത്തിൻ്റെ രംഗത്ത് നൽകിയിരുന്ന പിന്തുണയും സഹായവും അത് നഷ്ടപ്പെട്ടതോടുകൂടി ദീനീ ദഅവത്തിൻ്റെ വാതിലുകൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി അടഞ്ഞു. അങ്ങാടിയിൽ വെച്ച്, ജനമധ്യത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്ത് നടത്തുമ്പോൾ പരസ്യമായി തലയിൽ മണ്ണിവാരിയിടുന്ന സാഹചര്യം നിലവിലുണ്ടായി. അഥവാ ഒരു നിലക്കും മക്കയുടെ മണ്ണിൽ ദഅവത്ത് നടത്താൻ സാധ്യമല്ല എന്നുള്ളൊരു പ്രതിസന്ധി. അതാണ് ഹമുൽ ഹുസ്ൻ എന്ന് വിളിക്കാനുള്ള കാരണം. അതിലേക്ക് കൂട്ടിയത് ഈ 2 വ്യക്തിത്വങ്ങളുടെ വേർപാടാണെങ്കിലും ആ വേർപാടിലല്ല ദുഃഖം. ഒരാളുടെ മരണത്തിൽ ദുഃഖിച്ചിരിക്കാൻ 4 മാസവും 10 ദിവസവും വരെ ഭർത്താവിൻ്റെ മരണത്തിൽ ഭാര്യയ്ക്ക് ദുഃഖിച്ചിരിക്കാം എന്നതൊഴിച്ചാൽ 3 ദിവസത്തിനപ്പുറം ദുഃഖം ആചരിക്കാൻ ഇസ്ലാം പാടില്ലെന്ന് നിരോധിച്ചേക്കുക. പിന്നെ ഒരു കൊല്ലം ആമുൽ ഹുസ്ൻ ആവുന്നത് എങ്ങനെ? അപ്പോൾ ആമുൽ ഹുസ്ൻ എന്നത് നാം പലരും മനസ്സിലാക്കിയതുപോലെ ഈ 2 മഹത്തുക്കളുടെ വേർപാട് അല്ല, മറിച്ച് ആ വേർപാടിലൂടെ ഉണ്ടായിത്തീർന്ന
ദഅവത്തിനുള്ള പ്രതിബന്ധമാണ്. ദീനീ ദഅവത്ത് നടത്താൻ പറ്റാതെ, ആ വഴിയിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയാതെ, ഇനി അള്ളാഹുവിൻ്റെ തൗഹീദും അവൻ്റെ റിസാലത്തും ഇവിടെ വെച്ച് ഈ സാഹചര്യത്തിൽ നടക്കുക അസാധ്യമെന്നതുപോലെ പ്രയാസമായപ്പോൾ അതിലുള്ള ദുഃഖമാണ്. തന്നെ ഏൽപ്പിച്ച ദൗത്യം മനുഷ്യൻ, ജിന്ന് എന്നീ 2 വർഗങ്ങളാവുന്ന ബുദ്ധിജീവികൾ, ഈ 2 വിഭാഗത്തിന് സത്യത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും വഴി കാണിച്ചു കൊടുക്കുകയും അതിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നിവൃത്തിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ അറ്റ കൈക്ക് ഇതിന് സൗകര്യം കിട്ടുന്ന വല്ല പ്രദേശവും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഖുറൈശികളുമായി അടുത്ത ബന്ധത്തിലുള്ളവരും, ഖുറൈശികൾ കഴിഞ്ഞാൽ അറബി ലോകത്തെ ഏറ്റവും പ്രഗത്ഭരും പ്രശസ്തരുമായ സഖീഫ് ഗോത്രക്കാർ താമസിക്കുന്ന ത്വായിഫിൽ പോയി നോക്കാം. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1ാമത്തെ ഹിജ്റ, സഹാബത്തിൻ്റെ 1ാമത്തെ ഹിജ്റയാണ് ഹബശയിലേക്കെങ്കിൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1ാമത്തെ ഹിജ്റ ത്വായിഫിലേക്കാണ്. എല്ലാവർക്കും അറിയുന്ന വിഷയമായതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. എങ്കിലും അത് ഉൾക്കൊള്ളുന്ന പാഠം നാം മനസ്സിലാക്കണം. ഹിജ്റ എന്ന് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യം സഹാബത്തും പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നടത്തിയ ഹിജ്റ എന്ന് ഒറ്റയ്ക്ക് നാം മനസ്സിലാക്കും. അതല്ല ശരി. അത് പ്രധാനപ്പെട്ടൊരു ഹിജ്റ തന്നെയാണെങ്കിലും അതിനു മുമ്പ് 1ാമതായി നടത്തിയത് സഖീഫ് ഗോത്രക്കാർ ഖുറൈശികളോട് ഏതാണ്ട് കിടപിടിക്കാൻ പറ്റുന്ന ശക്തരായ ഒരു ഗോത്രമാണ്. ധാരാളം ബലമുണ്ട്, വളരെ പ്രഗത്ഭരുണ്ട്, അവർ യോഗ്യന്മാരാണ്, അറബികളുടെ ഇടയിൽ അംഗീകാരമുള്ളവരാണ്. അവരെ സത്യദീനിലേക്ക് ക്ഷണിച്ച് അവരുടെ പിന്തുണ കിട്ടുകയാണെങ്കിൽ, അവർ സത്യദീൻ അംഗീകരിക്കുകയാണെങ്കിൽ ഖുറൈശികളെ കൂടി സത്യത്തിലേക്ക് ദഅവത്ത് ചെയ്ത് അവരെ കൊണ്ടുവരാൻ അത് സഹായകമാകുമെന്നും, അതോടുകൂടി ഹിജാസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ പട്ടണമാവുന്ന ത്വായിഫ് സത്യദീനിൻ്റെ വെളിച്ചം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലും വിശ്വസിച്ച് സത്യവിശ്വാസികളായി ജീവിക്കുമ്പോൾ തൻ്റെ ദഅവത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിജയിക്കാൻ അത് കാരണമാകും എന്ന പ്രതീക്ഷയോടുകൂടി ത്വായിഫിൽ ചെന്നു. ത്വായിഫിലെ അന്നത്തെ പ്രമുഖ നേതാക്കന്മാരെ സമീപിച്ചു. അബ്ദു കുലാലിബിന് അബ്ദു യാലിയിൽ എന്ന് പറയുന്ന ഒരു പ്രമുഖ നേതാവായിരുന്നു അന്ന് ത്വായിഫിലെ പ്രധാന മുഖ്യ ഭരണാധികാരി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനുമാണ് ഭരണം നടത്തുന്നത്. അവരെ സമീപിച്ച് തൻ്റെ ആഗമനോദ്ദേശം അറിയിക്കുകയുണ്ടായി. എനിക്ക് നിങ്ങൾ ഭൗതികമായ എന്തെങ്കിലും സഹായം ചെയ്തു തരാനോ നിങ്ങളുടെ പിന്തുണയും സഹായവും ലഭിക്കാനോ വേണ്ടി വന്നതല്ല. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ലോകത്തിൻ്റെ ഉടമക്കാരനായ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് എന്ന പരമമായ വണക്കം ചെയ്യാവൂ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം ജനങ്ങൾക്കും ജിന്നുകൾക്കും ദഅവത്ത് ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച ദൂതനും പ്രവാചകനുമാണ്. ഈ സത്യം നിങ്ങൾ അംഗീകരിക്കണം, ഈ വഴിയിൽ നിങ്ങൾ പിന്തുണക്കണം എന്നപേക്ഷിച്ചപ്പോൾ അബ്ദു കുലാലിബിന് അബ്ദു യാലിയിൽ, ഓ, നീ മനുഷ്യനും ജിന്നുമാവുന്ന 2 വർഗത്തിൻ്റെയും നേതാവായ പ്രവാചകനാണല്ലേ? ഓ, നിന്നോട് സംസാരിക്കാൻ ഞാനില്ല, നീ എന്നോട് സംസാരിക്കണ്ട, നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനാവുന്ന സഹഭരണാധികാരി പറഞ്ഞു, ഓ, മനുഷ്യൻ്റെയും ജിന്നുകളുടെയും പ്രവാചകനാണത്രേ, മനുഷ്യൻ്റെയും ജിന്നിൻ്റെയും നേതാവാണത്രേ, അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാനില്ല, കാരണം അത്ര വലിയ നേതാവാണ് എന്ന് പറഞ്ഞവർ പരിഹസിച്ചു. സത്യംഗീകരിക്കല്ലേ ഇത്? പരിഹസിച്ചു, കളിയാക്കി, അപഹസിച്ചു, കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു. അപ്പോൾ ഇവരുടെ കടുത്ത എതിർപ്പും ആക്ഷേപവും അധിക്ഷേപവും കേട്ടപ്പോൾ
താൻ ഉദ്ദേശിച്ച നേട്ടം ഇവിടെ ലഭിക്കില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ പിന്തുണയില്ലാതെ ആ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ദഅവത്ത് നടത്താൻ അന്നത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം തഫ്ഖീഫുകാർ ഒറ്റക്കെട്ട, ഇവരെന്താണോ പറയുന്നത് അവിടെ അവർ നിൽക്കും. ഇനി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവുകയല്ലാതെ മറ്റു വഴിയില്ല. ഇവിടെ എന്തായാലും പിന്തുണ ലഭിക്കില്ല എന്ന് മാത്രമല്ല, ഇവർ മക്കക്കാരെക്കാൾ കൂടുതൽ മോശമായാണ് പെരുമാറുന്നതെന്ന് മനസ്സിലായപ്പോൾ, ഇവരുടെ പിന്തുണയും സഹായവും ലഭിക്കുമെന്ന തൻ്റെ പ്രതീക്ഷ അസ്ഥാനത്താണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ, ഇവിടെ ഇവർ പരിഹസിച്ച് വിട്ടതാണെന്ന് മക്കക്കാരെങ്ങാനും അറിഞ്ഞാൽ അവരുടെ എതിർപ്പ് 10 മടങ്ങ് വർദ്ധിക്കും. ഓ, നമ്മുടെയൊക്കെ വിട്ട് ത്വായിഫിലേക്ക് അഭയം തേടാൻ പോയ ആൾ ത്വായിഫിൽ നിന്ന് നിസ്സഹായനായി തിരിച്ചു വന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഉപദ്രവം നേരത്തെ ഉണ്ടായതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിക്കും. അതിലൂടെ ദീനീ ദഅവത്തിൻ്റെ വാതിലടയും എന്ന നിലക്ക് അവരുടെ മുന്നിൽ ഒരു അപേക്ഷ വെച്ചു. സുഹൃത്തുക്കളെ, നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല, എന്നിൽ വിശ്വസിക്കാനും നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു. ഞാനിവിടെ വരികയും നിങ്ങളോട് ഈ ദീനീ ദഅവത്തിൻ്റെ വിഷയത്തിൽ എന്നെ പിന്തുണക്കാനും സഹായിക്കാനും അപേക്ഷിക്കുകയും ചെയ്ത കാര്യം മക്കക്കാരെ അറിയിക്കണ്ട. അത് നിങ്ങൾ സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് വെച്ചോളൂ. ഞാൻ വന്ന വഴിക്ക് തന്നെ മക്കയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാം. കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. ഞാനിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, ഞാനിവിടെ വന്ന് ഇങ്ങനൊരു സഹായം അഭ്യർത്ഥിച്ചു എന്നും അത് നിങ്ങൾ നിരസിച്ച് തള്ളിക്കളഞ്ഞു എന്നുള്ള വിവരം മക്ക നിവാസികളെ അറിയിക്കരുത്. അതും അവർ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, നേതാക്കന്മാർ അവരുടെ സ്ഥാനം മറന്ന് നാട്ടിലുള്ള വിഡ്ഢികളെയും വിവരം കെട്ടവരെയും അടിമകളെയും ഇളക്കി വിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ച് കല്ലെറിഞ്ഞ് ആട്ടിയകറ്റുകയാണ് ചെയ്തത്. തൻ്റെ കൂടെ പോറ്റ് മകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു തആല അൻഹു മാത്രമാണുള്ളത്. തുരുതുരാ കല്ലേറ് വന്നപ്പോൾ മഹാനവറുകൾ പിന്നിൽ നിന്നിട്ട് മറയായി നിന്ന് കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ശരീരത്തിൽ മുറിവേറ്റെന്ന് മാത്രമല്ല, 1 കല്ലുകളെ കൊണ്ടേറ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസത്തിൻ്റെ തലക്ക് പറ്റി തലയിൽ നിന്നും ദേഹത്തിൽ നിന്നും രക്തം ഒലിക്കാൻ തുടങ്ങി. മാത്രമല്ല, അവരുടെ ശക്തമായ കല്ലേറിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുപാദത്തിന് മുറിവേറ്റ് രക്തം ഒഴുകി. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ രക്തം ഭൂമിയിൽ ചിന്താൻ ഇടവന്നാൽ അത് മുഖേന അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങുകയും ത്വായിഫിൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ തന്നെ പരിഹസിച്ച് കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് ആട്ടിയോടിക്കുമ്പോഴും ഞാൻ മുഖേന ഈ നാട്ടിനും നാട്ടാർക്കും അനുഗ്രഹമല്ലാതെ ഒരിക്കലും ഒരു ശിക്ഷ ആപത്ത് വരരുത് എന്ന് നിർബന്ധമുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒലിച്ചിറങ്ങുന്ന ആ രക്തം സ്വന്തം കൈകൊണ്ട് തുടച്ചെടുത്ത് മണ്ണിലുറ്റാൻ അനുവദിക്കാതെ തുടച്ചെടുത്ത് അവിടുത്തെ കാലിൽ തന്നെ പുരട്ടുകയാണ്. കാരണം അറിയാതെ ഒരിറ്റു രക്തം ആ പുണ്യശരീരത്തിൽ നിന്നിട്ട് ആ മണ്ണിൽ പതിച്ചാൽ ആ നാട്ടിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും. അത് വരരുത് എന്ന നിലക്ക് ശരീരത്തിൽ തന്നെ തുടച്ച് അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. ആ സമയത്തും അവിടുത്തെ പ്രാർത്ഥന നോക്കണം. എൻ്റെ ജനത, അവർക്ക് നീ മാപ്പ് കൊടുക്കുക അല്ലാഹ്. അവർക്ക് വിവരമില്ല, അവരെന്താണ് ചെയ്യുന്നത് എന്നവർക്ക് അറിയില്ല. നേതാക്കന്മാർ ഇളക്കി വിട്ടതുകൊണ്ട് വിവരമില്ലാത്ത സാധാരണക്കാരും അടിമകളും കുട്ടികളുമാവുന്ന ആളുകൾ ഈ ഉപദ്രവിക്കുന്ന അവർക്ക് വിവരമില്ലാതെയാണ്. അതുകൊണ്ട് വിവരമില്ലാതെ ചെയ്യുന്ന തെറ്റിൻ്റെ പേരിൽ അവരെ നീ ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി പല നിലക്കുള്ള മാനസികമായ സംഘർഷവും. ഒന്ന് ഇവർ സ്വീകരിച്ചില്ല, മറ്റൊന്നത് മക്കക്കാരെ അവരെ അറിയിക്കുന്നു, മൂന്നാമത്തേത് ഇവർ പരിഹസിച്ചും പൂക്കി വിളിച്ചും കല്ലെറിഞ്ഞും ആട്ടിയോടിക്കുന്ന
മനോവിഷമത്തിൽ എന്തെന്നില്ലാത്ത അസഹ്യമായ വേദനയോടുകൂടി രണ്ടുപേരും കൂടി പട്ടണത്തിൽ നിന്നും പോന്ന് കുറേ ഇപ്പുറം എത്തുമ്പോൾ മക്കക്കാർക്ക് ധാരാളം മുന്തിരിത്തോട്ടങ്ങളുണ്ട് ത്വായിഫിൽ. അങ്ങനെ ഉതുബത്തിൻ്റെയും ഷെയ്ബത്തിൻ്റെയും, റബിയത്തിൻ്റെ മക്കളാവുന്ന ഉതുബത്ത് ഷെയ്ബത്ത് എന്നും നബി തങ്ങളുടെ കടുത്ത ശത്രുക്കളാണ് അവർ. എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹിഷ്കരിക്കാനും കൊല്ലാൻ വിട്ടുകിട്ടാനും വേണ്ടിയൊക്കെ അബൂ ത്വാലിബിനോട് പറയാൻ പോയ പ്രതിനിധി സംഘത്തിൽപ്പെട്ട പ്രമുഖരുമാണ്. എങ്കിൽ പോലും ഖുറൈശികൾ എന്നുള്ളൊരു രക്തബന്ധത്തിൻ്റെ പേരിൽ ക്ഷീണിച്ച് അവശനായി ശരീരത്തിൽ നിന്ന് രക്തമൊലിച്ചുകൊണ്ട് തങ്ങളുടെ തോട്ടത്തിലേക്ക് കടന്നു വന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള, അവർക്കത്രയേ ഉള്ളൂ, റസൂലുള്ളാഹി എന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. എങ്കിൽ പോലും അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്തായാലും ഒരു ഖുറൈശി രക്തമാണ്. ഒരു ഖുറൈശി ഇത്രയും വിഷമിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് അനുകമ്പ തോന്നി. അങ്ങനെ ഒരു മുന്തിരിത്തോട്ട വള്ളിയുടെ താഴെ ചെന്ന് വിശ്രമിക്കുകയാണ്. ആ വിശ്രമിക്കുന്ന സമയത്ത് സഹിക്കവയ്യാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട തിരുനബി തങ്ങൾ അല്ലാഹുവിനോട് സങ്കടപ്പെടുകയാണ്, ആവലാതിപ്പെടുകയാണ്. അല്ലാഹുമ്മ അഷ്കൂ ഇലൈക ളഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലന്നാസ് അൻത റബ്ബുൽ മുസ്തളഅഫീൻ അൻത റബ്ബി ഇലാ മൻ തകിലുനി ഇലാ ബഈദിൻ യതജഹമുനി ഔ ഇലാ അദുവിൻ മല്ലക്തുഹു അംരി ഇല്ലം യകും ബിക അലയ്യ ഗളബുൻ ഫലാ ഉബാലി വലാകിൻ ആഫിയതക ഹിയ ഔസഉലി എന്നിങ്ങനെ തൻ്റെ അവലാദികളും സങ്കടങ്ങളും സർവലോക പരിപാലകനായ അള്ളാഹുവിനോട് ഉണർത്തുകയാണ്. ഉടനെ അതാ വരുന്നു ഒരു കാർമേഘത്തിൻ്റെ ഒരു മേഘക്കുടയായി. അതിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യം പ്രത്യക്ഷപ്പെട്ട് സലാം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, തങ്ങളുടെ ജനത തങ്ങളെ പരിഹസിച്ചതും ഉപദ്രവിച്ചതും ആട്ടിയകറ്റിയതുമൊക്കെ അള്ളാഹുവിനറിയാം. അവൻ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. മല കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലയ്ക്ക് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹത്തിനോട് താങ്കൾ കൽപ്പിക്കുന്ന എന്തും ചെയ്യാൻ ഓർഡറോട് കൂടിയാണ് അല്ലാഹു തആല അദ്ദേഹത്തെ അയച്ചിരിക്കുന്നത്. ഇത്രയും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ മല കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പ്രത്യക്ഷപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ട് പറയുന്നു, നബിയെ, തങ്ങളെക്കൊണ്ട് ഇവർ ചെയ്ത ഈ കയ്യേറ്റങ്ങളും അക്രമങ്ങളും അനീതിയും എല്ലാം അള്ളാഹുവിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്തു പറഞ്ഞാലും ഞാനത് ചെയ്യും. ഈ കാണുന്ന രണ്ട് അഹ്ശബൈൻ എന്ന് പറയുന്ന രണ്ട് മഹാപർവ്വതങ്ങൾ പൊക്കിയെടുത്ത് ത്വായിഫുകാരുടെ മുകളിലിട്ട് ഒരു നിമിഷം കൊണ്ട് എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് അവരെ നശിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആ പ്രവാചകൻ റഹ്മത്തുൽ ആലമീൻ, ലോകത്തിൻ്റെ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, ഇല്ല, ഒരിക്കലുമില്ല, അവർ വിവരമില്ലാത്ത ജനങ്ങളാണ്, അവരെ ഹലാക്കാക്കാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവരല്ലെങ്കിൽ അവരുടെ പിന്തലമുറയിൽ നിന്നുള്ള മക്കളോ പേരമക്കളോ എങ്കിലും ഈ സത്യദീൻ അംഗീകരിച്ച് ആ സത്യത്തിൻ്റെ വഴിയിൽ വന്ന് അള്ളാഹു ഒരുവനായ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന സൽപാന്താവിലേക്ക് വന്നെങ്കിലോ എന്ന പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ചവനെ, എൻ്റെ ജനങ്ങൾക്ക് നീ പൊറുക്ക്, അവരെ നീ ശിക്ഷിക്കല്ലേ, അവർക്ക് വിവരമില്ല, അവരെ നീ ഹിദായത്താക്ക്. അല്ലാഹുമ്മ ഹ്ദി ഖൗമി, എൻ്റെ ജനങ്ങൾക്ക് നീ ഹിദായത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്ക് എന്നുള്ളതാണ്. ആ കാരുണ്യത്തിൻ്റെ കടലായ ഹബീബ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അടുത്ത നിമിഷം ത്വായിഫിൽ മനുഷ്യ ജീവിയില്ല. നിമിഷാർദ്ധം കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കാനുള്ള ഓർഡറോടുകൂടി മലായിക്കത്ത് ഹാജര. അപ്പോഴും കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഇന്നല്ലെങ്കിൽ നാളെ ഇവരല്ലെങ്കിൽ ഇവരുടെ മക്കളെങ്കിലും ഈ സത്യവഴിയിലേക്ക് വരട്ടെ എന്ന ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയുമല്ലാതെ ഒരിക്കലും അവരെ ശപിക്കാനോ അവർക്ക് വേണ്ടി ലഅനത്ത് ചെയ്യാനോ അവരെ ശിക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനോ തയ്യാറായില്ല. അങ്ങനെ ക്ഷീണിച്ചവശനായിരിക്കുന്ന
തിരുനബി തങ്ങളെ കണ്ടപ്പോൾ റബിയത്ത് എൻ്റെ മകൻ എത്തുബത്ത് വിളിച്ചിട്ട് പറയാം, എത്തുബത്തും ഷെയ്ബത്തുവാ, എത്തുബത്ത് വിളിച്ചിട്ട് പറഞ്ഞു, തൻ്റെ ഭൃത്യനുണ്ട് തോട്ടപ്പണിക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, നല്ല പഴുത്ത് പാകമായ വലിയൊരു കൊല മുന്തിരി പറിച്ച് വൃത്തിയാക്കി ഒരു തളികയിൽ വെച്ച് ആ വന്നിരിക്കുന്ന മനുഷ്യന് കൊടുക്കുക. ആളെ പേരൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്കറിയുമെങ്കിലും ഒരു കുടുംബപരമായ രക്തബന്ധത്തിൻ്റെ നിലക്കുള്ള അനുകമ്പ തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം വലിയൊരു കൊല മുന്തിരി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിൽ വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ യജമാനൻ താങ്കൾക്ക് ഹദിയായി തന്നതാണ്, ഇത് ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഹദിയ സ്വീകരിക്കൽ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ഹദിയ എന്ന് കേട്ടപ്പോൾ അത് സ്വീകരിച്ചു. ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് ചൊല്ലി. ബിസ്മില്ലാ എന്ന് ചൊല്ലിയപ്പോൾ ഈ അടിമ, അദ്ദേഹത്തിൻ്റെ പേര് അദ്ദാസ് എന്നാണ്, അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിലാരും ഉപയോഗിക്കാത്ത ഒരു തിരുവാക്യമാണല്ലോ താങ്കൾ ഉച്ചരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ നാട്ടുകാരനല്ല എന്ന് നിമിഷങ്ങൾ ബോധ്യപ്പെട്ടു. അപ്പോൾ ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മൗസിലിൻ്റെ സമീപത്തുള്ള, ഇറാഖിലെ മൗസിലിൻ്റെ സമീപത്തുള്ള നീനവ പ്രദേശത്തുകാരനാണ്. ഒരു കടൽ പ്രദേശത്തിൻ്റെ സമീപത്തുള്ള തീരദേശത്താണ് നീനവ പ്രദേശത്തുകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഓഹോ, നീനവക്കാരൻ തന്നെ അർളു അബ്ദിൻ സ്വാലിഹിൻ യൂനുസുനുലാത്ത, മത്തായിയുടെ പുത്രനാവുന്ന യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാടാണല്ലോ നീനവ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതമായി. നിങ്ങളെങ്ങനെ മത്തായിയുടെ മകൻ യൂനുസിനെ അറിയുക? നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തെ എൻ്റെ സഹോദരനാണ് ഞാൻ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോൾ അഹ്ലു കിതാബിയായ ഈ അദ്ദാസ്, അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. അദ്ദേഹത്തിന് തൗറാത്തും ഇഞ്ചീലും അറിയാം, യഥാർത്ഥ സത്യക്രിസ്ത്യാനിയാണ്. അവർക്കറിയാം അന്ത്യകാലത്ത് ലോകജനതയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി അയക്കപ്പെടുന്ന ഒരു റഹ്മത്തുൽ ആലമീനായ പ്രവാചകനുണ്ട്, അദ്ദേഹമാണെന്ന് മനസ്സിലാക്കി ഉടനെ അദ്ദേഹം ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം മതം അംഗീകരിക്കുകയും ആ കയ്യും കാലും മുത്തി ഇതൊക്കെ നോക്കിക്കാണ് എത്തുബത്തും ഷെയ്ബത്തും. ഒരുത്തം മറ്റവനോട് പറഞ്ഞു, കണ്ടോ, നല്ലൊരടിമ മുഹമ്മദിനൊരു സഹായത്തിന് വേണ്ടി ഹദിയ കൊടുത്തയച്ചതാ, അയാളെ മതം മാറ്റിയല്ലോ എന്ന് പറഞ്ഞു. എന്നാലും അവരിങ്ങോട്ട് വന്നൊന്നും നേരിട്ട് സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ഇദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു ചെന്നപ്പോൾ അവർ ചോദിച്ചു, എടോ, നീ എന്ത് വിഡിത്തുവാ ചെയ്തത്? നീ നസ്രാനിയല്ലേ, അള്ളാഹുവിൻ്റെ കിതാബുള്ള ജനങ്ങളിൽപ്പെട്ട ആളല്ലേ, നീ എന്താ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യും കാലും മുത്തിയ? അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സയ്യിദന്മാരെ, നിങ്ങൾ വിചാരിച്ചേക്കല്ല, ഇന്ന് ഈ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യലോകത്തിൻ്റെ ഏറ്റവും വലിയ നേതാവും മഹാനുമാണ് അദ്ദേഹം. ഇതിൽ നിന്നിട്ട് പഠിക്കാനുള്ള ഗുണപാഠം, ജനിച്ചു വളർന്ന സ്വന്തം ജനങ്ങളും തൻ്റെ ബന്ധുക്കളാവുന്ന ത്വായിഫിലെ ജനങ്ങളും മനസ്സിലാക്കാത്ത സത്യം അന്യദേശത്തുള്ള മൗസിലിനടുത്തുള്ള നീനവക്കാരനാവുന്ന അദ്ദാസിന് മനസ്സിലാവുകയും അദ്ദേഹം ആ സത്യം ഉൾക്കൊള്ളുകയും ചെയ്തു. ഇതിലൂടെ നബി തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ പറയുന്ന പ്രബോധനം മനസ്സിലാക്കാൻ കഴിയാഞ്ഞിട്ടോ സത്യമാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടിട്ടോ അല്ല ഇവർ ഈ കളി കളിക്കുന്നത്, മറിച്ച് അഹങ്കാരം എന്ന ഒന്ന്, വിവരക്കേട് എന്നത് അലങ്കാരമായി നടക്കുന്ന ഇവർ. അപ്പം എൻ്റെ പ്രബോധനത്തിലുള്ള കുറവല്ല, അവർ മനസ്സ് തുറക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു ആശ്വാസം അതിലൂടെ അല്ലാഹു കൊടുത്തു. അവിടെ നിന്ന് പിറ്റേന്ന് പുറപ്പെട്ടു ബത്നു നഹ്ലായിലെത്തി. അന്നവിടെ താമസമാക്കി. ചുരുക്കി പറയട്ടെ, പ്രഭാത സമയത്ത് എഴുന്നേറ്റ്
നിസ്കരിക്കുക, ഖുർആൻ ഓതിക്കൊണ്ട് നിസ്കരിക്കുകയാണ്. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നസീബൈൻ പ്രദേശത്തുള്ള ഒരു സംഘം ജിന്നുകൾ, സഞ്ചാരികളായ ജിന്നുകൾ അതിലെ വരികയും അവർ ഈ ഖുർആൻ പാരായണം കേൾക്കുകയും ചെയ്തു. ഖുർആൻ പാരായണം കേട്ടപ്പോൾ ആശ്ചര്യത്തോടു കൂടി അവരവിടെ നിന്നു. വലഖദ് സ്വറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ ഖാലൂ യാ ഖൗമനാ ഇന്നാ സമീനാ ഖുർആനൻ ഉൻസില മിൻ ബഅദി മൂസാ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ഈ സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് വഹി മുഖേന നബി തങ്ങളെ അറിയിച്ചു. ഇത് നേരിട്ട് കാണുകയോ അവരുമായി നേരെ കണ്ട് സംസാരിക്കാനും ഖുർആൻ ഓതിക്കൊടുക്കാനും വാഗ്ദാനം ചെയ്തതോ അല്ല. അവരന്വേഷിച്ച് നടക്കുമ്പോൾ യാദർച്ഛികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം കാണുകയും ആ നിസ്കാരത്തിൽ അവർ കേട്ടിരുന്ന് ഖുർആൻ പഠിക്കുകയും ചെയ്ത് അവർ സത്യദീൻ വിശ്വസിച്ച്. ഇവിടെ രണ്ടാമത്തെ സന്ദേശം തരുന്നത് മനുഷ്യനിലേക്കും ജിന്നിലേക്കും അയക്കപ്പെട്ട തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധനം മനുഷ്യരെടുത്ത് കാര്യമായി ഇപ്പോൾ ഏശിയിട്ടില്ലെങ്കിലും രണ്ടാമത്തെ വർഗമാവുന്ന ജിന്നു വർഗം സ്വമേധയാ വന്ന് ഇസ്ലാം പുൽകുകയും അവർ സ്വമേധയാ പോയി ജിന്നു വർഗത്തിൽ പ്രബോധനം നടത്തി ഇസ്ലാമിൽ പലരും ഉൾക്കൊള്ളുകയും ബാക്കിയുള്ളവരെ കൂട്ടി മക്കയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരു ദിവസം വാഗ്ദാനം ചെയ്യുകയും ആ ദിവസം നബി തങ്ങളുമായി കൂടിയിരുന്ന് നേരം പുലരുവോളം ചർച്ച ചെയ്ത് ഇസ്ലാം പഠിക്കുകയും ആയിരക്കണക്കിന് ജിന്നുകൾ ഇസ്ലാം മതം വിശ്വസിക്കുകയും ചെയ്തു. ഒന്ന് അന്യനാട്ടുകാരും അഹ്ലി കിതാബുകാരുമായ ആളുകൾ വരെ ഈ സത്യം ഉൾക്കൊള്ളുന്നു എന്നതിലൂടെ നബി തങ്ങൾക്ക് നിരാശയില്ല, ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന്. രണ്ടാമത് മനുഷ്യൻ കുറവാണെങ്കിലും മനുഷ്യനേക്കാൾ എണ്ണം വരുന്ന ജിന്നുകൾ ഈ സത്യദീൻ അംഗീകരിക്കാനും അതിനെ പിന്തുടരാനും തയ്യാറാണ് എന്നുള്ളൊരു ആശ്വാസം മനുഷ്യരിലേക്കും ജിന്നിലേക്കും അയക്കപ്പെട്ട ഉത്തരവാദിത്വം ഒരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട് എന്ന ആശ്വാസവുമായി അത് കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചെത്തണം. ഇവിടെ പുതിയ പ്രതിസന്ധി ഉടലെടുക്കും. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് നാളെ തുടർന്നുള്ള ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.